ഏറ്റവും അധികം വെല്ലുവിളി നേരിടാൻ പോകുന്നത് ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി ഡി സതീശനും ഒപ്പം തന്നെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്ന സി പി ജോണും ആയിരിക്കില്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? സത്യത്തിൽ ഈ പി ഡി സതീശൻ ധനകാര്യ വകുപ്പ് സ്വയം കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞത് എനിക്ക് ചെറിയൊരു ആശ്ചര്യവും കൂടിയുണ്ട്. അദ്ദേഹം ഒരു വലിയ ധനകാര്യ വിദഗ്ധനായിട്ട് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോൾ കെ എം മാണി സാറിനെ പോലെ അല്ലെങ്കിൽ ആ നിലവാരത്തിലൊക്കെ ഉള്ളൊരു ഈ ഫൈനാൻസ് മാനേജ്മെൻറ്റ് അറിയുന്ന ആളായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അദ്ദേഹം ഭരിച്ച് കഴിവ് തെളിയിച്ച് കാണിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനില്ല. എങ്കിൽ പോലും ആദ്യമായിട്ട് മന്ത്രിയാവുന്ന ആളും ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാവുന്ന ആളുമാണ്. മുഖ്യമന്ത്രിയുടെ ജോലി തന്നെ വളരെ ഭാരിച്ചതാണ്. അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയെ ഏൽപ്പിച്ചാണ്. ചെന്നിത്തല ഇതുപോലെ പരിചയസമ്പന്നനായ വ്യക്തിയാണ്. രാഷ്ട്രീയ പരിചയമുണ്ട്, നിയമസഭാ പരിചയമുണ്ട്, ഭരണപരിചയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ ആ വകുപ്പ് ഏൽപ്പിച്ചത് നന്നായി. കാരണം ഈ പോലീസ് വകുപ്പ് എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒന്നാണ്. പോലീസുകാരെ നിയന്ത്രിക്കട്ടെ, അതിനൊരു ഫുൾ ടൈം മന്ത്രി ആവശ്യമുണ്ട്. അത് ഇല്ലാത്തതാണ് ഈ പിണറായി സർക്കാരിലൊക്കെ പറ്റിയൊരു വലിയ അപകടം. ഫുൾ ടൈം മന്ത്രി തീർച്ചയായിട്ടും പോലീസിന് ആവശ്യമാണ്. മുഴുവൻ സമയം മന്ത്രി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വലിയ പോലീസ് അതിക്രമങ്ങളില്ലാഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങൾ താരതമ്യേന കുറഞ്ഞത്. ആദ്യം തിരുവഞ്ചൂർ ഉണ്ടായിരുന്നു, പിന്നെ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. ഇനി ഈ പോലീസ് വകുപ്പിനേക്കാളും ദുഷ്കരമാണ് ഏത് നമ്മുടെ ധനകാര്യ വകുപ്പ്. ഖജനാവിൽ കാശില്ല, പൂച്ച പറ്റി കിടക്കുകയാണെന്നാണ് സതീശൻ തന്നെ പറഞ്ഞത്. പിന്നെ ഈ പൂച്ച അവിടെ നിന്ന് എങ്ങനെ അദ്ദേഹം എഴുതിപ്പിച്ചു വിടും എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ അത് അത്ര എളുപ്പമല്ല. ഒന്നാമത് മുഖ്യമന്ത്രി പൊതുഭരണ വകുപ്പിൽ തന്നെ ഒരുപാട് ജോലികൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. അതിന് പുറമേ ഈ ദുഷ്കരമായ ഫിനാൻസ് മാനേജ്മെൻറ്റും അദ്ദേഹം തന്നെ വഹിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ആകെ ആർ ശങ്കർ മാത്രമേ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ധനകാര്യ വകുപ്പ് കൂടി കൈകാളിയതായിട്ട് ഞാൻ കേട്ടിരുന്നു. നമ്മുടെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏത് സമയത്തും ധനകാര്യ വകുപ്പിന് വേറെ മന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഈ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് വലിയ വെല്ലുവിളിയാണ്. അദ്ദേഹത്തിന് ഭരണപരിചയമില്ല. മന്ത്രിയായിട്ടെന്നല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടോ മുനിസിപ്പൽ ചെയർമാനായിട്ടോ ഇരുന്ന ഒരു ഭരണപരിചയം പോലും അദ്ദേഹത്തിന് ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അത് വളരെ വളരെ ദുഷ്കരമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സി പി ജോണിൻ്റെ കാര്യത്തിൽ സത്യത്തിൽ നമുക്കൊക്കെ സാധാരണമുണ്ട്. അദ്ദേഹം മന്ത്രിയായപ്പോൾ സന്തോഷിച്ചു. പക്ഷേ ഈ ഗതാഗത വകുപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ വളരെ ഹതാശനായി, നിരാശനല്ല. കാരണം എന്താ വെച്ചാൽ ഇത് പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന വകുപ്പാണ്. ഗണേഷ് കുമാറാണ് ഒരു വിധത്തിൽ അത് ഉന്തിത്തള്ളി എന്താണ് KSRTC ബസ്സിന് 6 ചക്രമൊക്കെ സംഘടിപ്പിച്ച് ഒരുമാതിരി ഓടിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ പുറത്താണ് ഒരു സൗജന്യ യാത്ര വന്ന് ഇത് കംപ്ലീറ്റ് താറുമാറാക്കാൻ പോകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പാവപ്പെട്ട CP ജോണിന് ഈ വകുപ്പ് കൊടുത്തത്. അദ്ദേഹത്തിന് വല്ല സാംസ്കാരിക വകുപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു ഭേദപ്പെട്ട വകുപ്പ് കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. അല്ലെങ്കിൽ സഹകരണ വകുപ്പാണെങ്കിലും കുഴപ്പമില്ല. ആ മനുഷ്യന് ഇതുപോലൊരു വകുപ്പ് കൊടുക്കുകയും അതുപോലെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള ഒരു വാഗ്ദാനം കൊടുക്കുകയും ചെയ്തത് സത്യത്തിൽ അതിക്രമം എന്നല്ലാതെ മലയാള ഭാഷയിൽ വേറൊരു വാക്കും ഞാൻ ആലോചിച്ചിട്ട് തോന്നുന്നില്ല.